Good morning, dear students. Hope all are fine. In the previous class, we are discussing about different hormones, how hormones act upon target cell, and how the level of glucose in our body is maintained. All these things. Today, we are discussing about the regulation of metabolism. What do you mean by metabolism? Metabolism is a chemical process that occurs within a living organism in order to maintain life. ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ജീവികളുടെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരാണ് മെറ്റബോളിസം. ഇറ്റ് ഇൻക്ലൂഡ്സ് anabolism and catabolism. What do you mean by catabolism? The breakdown of molecules to obtain energy. എനർജി നേടാൻ വേണ്ടിയിട്ട് മോളിക്യൂൾസിൻ്റെ ബ്രേക്ക് ഡൗൺ, ശിഥിലീകരണം നടക്കുന്ന പ്രവർത്തനം. അതായത് ഗ്ലൈക്കോളിസിസ്, നമ്മൾ 9th പഠിച്ച ഗ്ലൈക്കോളിസിസ് കാറ്റബോളിസത്തിന് ഒരു എക്സാമ്പിളാണ്. The another one is anabolism, the synthesis of all compounds needed by the cells. സെൽസിന് ആവശ്യമായ കോമ്പൗണ്ട്സിൻ്റെ സിന്തസിസ്, നിർമ്മാണ പ്രവർത്തനം. അതായത് നമ്മൾ ഗ്ലൂക്കോസിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പഠിച്ചപ്പോൾ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്സ് എന്ന് പഠിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു അനാബോളിക് ആക്ടിവിറ്റിക്ക് എക്സാമ്പിളാണ്. അപ്പോൾ റെഗുലേഷൻ ഓഫ് മെറ്റബോളിസം, ഈ ഉപാപചയ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുന്നത്, എന്താണ് മെറ്റബോളിസം, നമ്മുടെ പുസ്തകത്തിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. ദ അനാബോളിക് ആൻഡ് കാറ്റബോളിക് പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ ദ ബോഡി ആർ കോമൺലി റെഫേർഡ് ആസ് മെറ്റബോളിസം. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരാണ് മെറ്റബോളിസം എന്ന്. All the metabolic activities are under the control of hormones. ശരീരത്തിൽ നടക്കുന്ന എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെയും നിയന്ത്രിക്കുന്നത് ശരീരത്തിലുള്ള ഹോർമോൺസ് ആണ്. The thyroid gland is the main endocrine gland that controls the metabolic activities. മെറ്റബോളിക് ആക്ടിവിറ്റീസിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന മെയിൻ ഗ്ലാൻഡാണ് തൈറോയിഡ് ഗ്ലാൻഡ്. This is the picture of thyroid gland. You know the position in the throat, just below larynx is the position of thyroid gland. This is the separate picture of thyroid gland. Thyroid gland secretes two hormones, thyroxine and calcitonin. The two main hormones produced by thyroid gland are കാൽസിറ്റോണിൻ ആൻഡ് തൈറോക്സിൻ. തൈറോക്സിനും കാൽസിറ്റോണിനുമാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് പ്രധാന ഹോർമോണുകൾ. വാട്ട് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് തൈറോക്സിൻ, ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ തൈറോയ്ഡ് ഗ്ലാൻഡ്? വാട്ട് ആർ ദ മേജർ ഫങ്ഷൻസ്? ഇൻക്രീസ് എനർജി പ്രൊഡക്ഷൻ, ഊർജ ഉൽപാദനം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ കൂട്ടുക. സെക്കൻഡ് വൺ, റേസസ് ദ റേറ്റ് ഓഫ് മെറ്റബോളിസം, ഉപാപചയ പ്രവർത്തനങ്ങളുടെ റേറ്റ് അല്ലെങ്കിൽ നിരക്ക് കൂട്ടുക. ദ തേർഡ് വൺ ഈസ് ആക്സലറേറ്റ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രെയിൻ ഇൻ ഫീറ്റൽ സ്റ്റേജ് ആൻഡ് ഇൻഫൻസി. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും ഒക്കെ മസ്തിഷ്കത്തിൻ്റെ വളർച്ച വേഗതയിലാക്കുക, ത്വരിതപ്പെടുത്തുക, കൂട്ടുക. നെക്സ്റ്റ് വൺ ഈസ് റെഗുലേറ്റ് ദ ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ, കുട്ടികളുടെ ശാരീരിക വളർച്ച നിയന്ത്രിക്കുക തുടങ്ങിയവയൊക്കെയാണ് തൈറോക്സിൻ്റെ പ്രധാന ഫങ്ഷൻ. ഹൗ ഡസ് ദ റേസ് ഓർ ഫോൾ ഇൻ ദ തൈറോക്സിൻ ലെവൽ അഫക്ട് ദ ബോഡി? ഈ തൈറോക്സിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്താൽ അത് എങ്ങനെയൊക്കെയാണ് ശാരീരിക പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത്? ഈ തൈറോക്സിൻ്റെ ഏറ്റക്കുറച്ചിൽ എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക? തൈറോയിഡ്
ടെസ്റ്റ് വഴിയായിട്ടാണ് തൈറോക്സിൻ്റെ ഏറ്റക്കുറച്ചിൽ കണ്ടെത്താനായിട്ട് സാധിക്കുക. തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുണ്ട്. അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ചില ഹോർമോണുകളൊക്കെ ഉണ്ട്. അവയുടെയൊക്കെ അളവ് പരിശോധിച്ചിട്ടാണ് നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഹോർമോണിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വൈകല്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും രണ്ടെണ്ണമാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുക. ഫസ്റ്റ് വൺ ഈസ് hypothyroidism. What do you mean by hypothyroidism? This is a condition in which the production of thyroxine decreases when during the fetal stage or infancy. ഫീറ്റൽ സ്റ്റേജിലോ ഇൻഫൻസിയിലോ തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്ന കണ്ടീഷനാണ് ഹൈപ്പോതൈറോയിഡിസം. What are its side effects? It hinders proper physical and mental development. എന്ന് പറഞ്ഞാൽ ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിൻ്റെ ഉൽപ്പാദന കുറവ് മൂലമുണ്ടാകുന്ന രോഗ അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. അതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റം ശാരീരിക മാനസിക വളർച്ച കുഞ്ഞുങ്ങളിൽ തടസ്സപ്പെടുന്ന കണ്ടീഷനാണ്. ഇനി കുഞ്ഞുങ്ങളിലാണ് കണ്ടീഷനെങ്കിൽ അതിനെ ക്രെട്ടിനിസം എന്ന് വിളിക്കുന്നു. അതായത് ഇൻഫൻസിയിലോ ഫീറ്റൽ സ്റ്റേജിലോ തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് മൂലം ശാരീരിക മാനസിക വളർച്ച കുറഞ്ഞു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ തടസ്സപ്പെടുന്ന അവസ്ഥ, അതിനെയാണ് ക്രെട്ടിനിസം എന്ന് വിളിക്കുന്നത്. The next condition is called myxedema. Prolonged deficiency of thyroxine in adult lead to a condition called myxedema. അതായത് പ്രായപൂർത്തിയായ ആളിൽ തുടർച്ചയായിട്ട് തൈറോക്സിൻ്റെ കുറവ് അനുഭവപ്പെടുന്ന ആ അവസ്ഥയ്ക്കാണ് മിക്സെഡിമ എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്? ലോ മെറ്റബോളിക് റേറ്റ്, ഉപാപചയ പ്രവർത്തന നിരക്ക് കുറയുന്നു. സ്ലഗിഷ്നെസ്, ഒരു മന്ദത, ഒന്നും ചെയ്യാനുള്ള ഒരു ഉത്സാഹമൊന്നും ഇല്ലാത്ത അവസ്ഥ. ഇൻക്രീസ് ഇൻ ബോഡി വെയ്റ്റ്, ശരീരത്തിൻ്റെ ഭാരം കൂടുന്നു. ഹൈപ്പർ ടെൻഷൻ, ഉയർന്ന രക്തസമ്മർദ്ദം. ഇൻഫ്ലമേഷൻ ഇൻ ബോഡി ടിഷ്യൂസ്, ശരീര കലകളിലുണ്ടാകുന്ന വീക്കം, ഒരു നീര് പിടിച്ച് ശരീരം ഇരിക്കുന്നത് പോലുള്ള അവസ്ഥ. അതൊക്കെയാണ് മിക്സെഡിമയുടെ മേജർ സിംറ്റംസ്. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസത്തിൽ രണ്ട് കണ്ടീഷനാണ് വരിക, ക്രെട്ടിനിസവും മിക്സെഡിമയും. അതായത് തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്ന കണ്ടീഷനാണ് ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പോതൈറോയിഡിസത്തിൽ കുട്ടികളിൽ കാണുന്ന രോഗാവസ്ഥ ക്രെട്ടിനിസവും, മുതിർന്നവരിൽ കാണുന്ന രോഗാവസ്ഥ മിക്സെഡിമയുമാണ്. നെക്സ്റ്റ് കണ്ടീഷൻ ഈസ് hyperthyroidism. What do you mean by hyperthyroidism? This is a condition in which life activities controlled by thyroxine accelerate due to the continuous and excess production of thyroxine. തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആ തൈറോക്സിൻ സ്വാധീനിക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെല്ലാം, മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം വളരെ ത്വരിതഗതിയിൽ, വേഗതയിൽ ആകുന്നു. അതായത് തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ടുള്ള കണ്ടീഷൻ ഹൈപ്പർ തൈറോയിഡിസവും കുറയുന്നത് കൊണ്ടുള്ള കണ്ടീഷൻ ഹൈപ്പോതൈറോയിഡിസവുമാണ്. എന്തൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ സിംറ്റംസ്? ഹൈ മെറ്റബോളിക് റേറ്റ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് കൂടുന്നു. റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ, ശരീര താപനില കൂടുന്നു. എക്സസീവ് സ്വെറ്റിംഗ്, അമിതമായിട്ട് വിയർക്കുന്നു. ഇൻക്രീസ്ഡ് ഹാർട്ട് ബീറ്റ്, ഹൃദയമിടിപ്പ് കൂടിയ കണ്ടീഷൻ. വെയ്റ്റ് ലോസ്, ശരീരഭാരം കുറയുന്നു. ഇമോഷണൽ ഇംബാലൻസ്, വൈകാരികമായ ഒരു പ്രക്ഷുബ്ധ അവസ്ഥ, അതായത് നമ്മുടെ ഇമോഷൻസിനൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത
ഒരു അവസ്ഥ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ബോഡി വെയ്റ്റ് ലോസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. കാരണം തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലാണ്, കൂടുതൽ ആക്ടിവിറ്റീസാണ് നടക്കുന്നത്, മെറ്റബോളിക് റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. ആ മെറ്റബോളിക് റേറ്റ് കൂടുന്നത് കൊണ്ട് ബോഡിയിലുള്ള സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിനൊക്കെ ബോഡി ഉപയോഗിക്കും. അപ്പോൾ ആ കണ്ടീഷൻ, അതുകൊണ്ടാണ് ബോഡി വെയ്റ്റ് കുറയുന്നത്. ഹൈപ്പർ തൈറോയിഡിസമാണ് കണ്ടീഷൻ. നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ് ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും. അതിൽ ഹൈപ്പോ തൈറോയിഡിസത്തിൽ കുട്ടികളിൽ ക്രെട്ടിനിസവും വലിയവരിൽ മിക്സഡുമയും കാണുന്നു. എന്താണ് അതിൻ്റെ സിംറ്റം എന്നും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് വയ്ക്കണം. ഡു യു നോ ദിസ് ഡിസീസ്? ദിസ് ഈസ് റിലേറ്റഡ് വിത്ത് അവർ തൈറോയ്ഡ് ഗ്ലാൻഡ്. This condition is goiter. Do you heard about goiter? നിങ്ങൾ ഗോയിറ്ററിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു രോഗാവസ്ഥയാണ് ഈ ഗോയിറ്റർ എന്ന് പറയുന്നത്. അതായത് അയഡിൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ. തൈറോക്സിൻ്റെ ശരിയായ രീതിയിലുള്ള ഉൽപ്പാദനം നടക്കണമെങ്കിൽ വി നീഡ് അയഡിൻ. നമ്മൾ അയഡിൻ അടങ്ങിയ ഉപ്പ് ഉപയോഗിക്കണം എന്നൊക്കെ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ തൈറോക്സിൻ്റെ ഉൽപ്പാദനം ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ അയഡിൻ അത്യാവശ്യമാണ്. ദ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ഈസ് ബ്ലോക്ക്ഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് അയഡിൻ. ഇപ്പോൾ ആവശ്യത്തിന് അയഡിൻ ലഭിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടും. ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുക? അവർ തൈറോയ്ഡ് ഗ്ലാൻഡ് try to produce more thyroxine. As a result it enlarges. ആ സമയത്ത് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യും? അയഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും കൂടുതലായിട്ട് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യുന്നു, വളരുന്നു. ആ കണ്ടീഷൻ, അമിതമായിട്ട് വളരുന്ന ആ കണ്ടീഷനാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് അയഡിൻ ഇല്ല എങ്കിൽ, അയഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് തൈറോയ്ഡ് ഗ്ലാൻഡ് കൂടുതൽ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ വലിപ്പം കൂടുകയും ചെയ്യുന്നു. കാരണം തൈറോയ്ഡ് ഗ്ലാൻഡിന് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ അയഡിൻ ആവശ്യമാണ്. അപ്പോൾ അയഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. We know that thyroid gland produces two hormones, which are the thyroxine and calcitonin. The other hormone is calcitonin. Calcitonin and another hormone called parathormone that is produced in the parathyroid gland helps to maintain the level of calcium in our body. This is the picture of parathyroid gland. There are two pairs of parathyroid glands are seen, that is seen behind thyroid gland. The normal level of calcium in our body is 9 to 11 milligram per 100 ml. ഓർത്തിരിക്കണം കേട്ടോ. നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് 9 മുതൽ 11 മില്ലിഗ്രാമാണ്. 100 മില്ലി ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ. വെൻ ദ ലെവൽ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ് ഇൻക്രീസസ്, നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ ലെവൽ ഈ നോർമൽ ലെവലിൽ നിന്നും കൂടിക്കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ്സ് എ ഹോർമോൺ കോൾഡ് കാൽസിറ്റോണിൻ. തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്കൻഡ് ഹോർമോൺ ആയിരുന്നു കാൽസിറ്റോണിൻ. ആ കാൽസിറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് a calcitonin helps to lower the level of calcium in our blood. How? The calcitonin നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയാനായിട്ട് സഹായിക്കുന്നു. എങ്ങനെയൊക്കെയാണ്, എന്തെല്ലാം ആക്ഷൻസ് ആണ് ഈ കാൽസിറ്റോണിൻ ചെയ്യുക? പ്രിവെൻറ്റ്സ് ദ പ്രോസസ് ഓഫ് മിക്സിംഗ് ഓഫ് കാൽസ്യം ഫ്രം ബോൺ ടു ബ്ലഡ്. എന്തൊക്കെയാണ് ചെയ്യുക? ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്? അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം എന്ത് ചെയ്യുന്നു? പ്രിവെൻറ്റ് ചെയ്യുന്നു, തടയുന്നു. ദ സെക്കൻഡ് ആക്ടിവിറ്റീസ് സ്റ്റോഴ്സ് ദ എക്സസ് കാൽസ്യം ഫ്രം ബ്ലഡ് ടു ബോൺ.
രക്തത്തിൽ അധികമായുള്ള കാൽസ്യത്തെ അസ്ഥികളിലേക്ക് സംഭരിക്കുന്നു. രക്തത്തിൽ അധികമായിട്ടുള്ള കാൽസ്യത്തെ അവിടെ നിന്നും എങ്ങോട്ടേക്ക് സംഭരിക്കുന്നു? അസ്ഥികളിലേക്ക്. The main activities that done by the calcitonin are prevent the process of mixing of calcium from bone to blood and also stores the excess calcium from blood to bone. Then the level of calcium in the blood decreases and it becomes normal. When the level of calcium in our blood decreases from the normal level, what happened? The parathyroid gland secretes a hormone called parathormone. What is the name of the hormone produced by parathyroid gland? Parathormone. What are the actions of parathormone? എന്തൊക്കെയാണ് പാരാതോർമോണിൻ്റെ പ്രവർത്തനങ്ങൾ? റീഅബ്സോർബ്സ് കാൽസ്യം ഫ്രം കിഡ്നി ടു ബ്ലഡ്. വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് റീഅബ്സോർബ് ചെയ്യുന്നു, പുനരാകിരണം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനമൊക്കെ പഠിച്ചപ്പോൾ പഠിച്ചതായിരുന്നു. എക്സസ് ആയിട്ടുള്ള കാൽസ്യത്തെയൊക്കെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് കിഡ്നിയാണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ കിഡ്നിയിലേക്ക് റിമൂവ് ചെയ്യാനായിട്ട് കൊണ്ടുപോയതിനെ അവിടെ നിന്നും ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യുന്നു. ദ സെക്കൻഡ് ആക്ടിവിറ്റി പ്രിവെൻറ്റ്സ് ദ സ്റ്റോറേജ് ഓഫ് കാൽസ്യം ഇൻ ബോൺ. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്നു. എക്സസ് ആയിട്ടുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ കൊണ്ട് സംഭരിക്കുന്നു നമ്മൾ കൂടുതലുള്ളവ പറഞ്ഞായിരുന്നു. ഇവിടെ കുറവുള്ളപ്പോൾ എന്ത് ചെയ്യും? ആ സംഭരിക്കുന്ന പ്രവർത്തനത്തെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ബൈ ദ അൻറ്റഗോണിസ്റ്റിക് ആക്ഷൻ ഓഫ് ദീസ് ടു ഹോർമോൺസ്, പാരാതോർമോൺ ആൻഡ് കാൽസിറ്റോണിൻ, ദ ലെവൽ ഓഫ് കാൽസ്യം ഇൻ ദ ബ്ലഡ് ഈസ് മെയിൻറ്റെയിൻഡ് നോർമൽ. അപ്പോൾ ബ്ലഡിലെ കാൽസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് രണ്ട് ഹോർമോണുകളാണ്, കാൽസിറ്റോണിനും പാരാതോർമോണും. അവരുടെ രണ്ടുപേരുടെയും പരസ്പര പൂരകമായ പ്രവർത്തനം കൊണ്ട് പരസ്പര വിരുദ്ധമായ പ്രവർത്തനം കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ബ്ലഡിലെ കാൽസ്യത്തിൻ്റെ ലെവൽ നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Regulation of the level of calcium in blood. Calcium is an element essential for the body. It is required for blood clotting, for the activities of muscles and nerves, and also for the growth of bones and teeth. The level of calcium in blood should be in a specific quantity. The normal level of calcium in blood is 9 to 11 milligram per 100 milliliter. Homeostasis will be disrupted if the level of calcium in blood increases or decreases. If the level of calcium in blood is increased, thyroid gland produces calcitonin. Calcitonin gets mixed with the blood. Due to the action of calcitonin, excess calcium in blood is deposited in bones. Some are excreted through urine and feces. Thus, blood calcium level becomes normal. If the level of calcium in blood is decreased, parathyroid gland gets stimulated. Parathyroid gland produces the hormone called parathormone. Due to the action of this hormone, calcium stored in the bones gets depleted to blood and kidneys reabsorb more calcium from glomerular filtrate. Thus, blood calcium level becomes normal.